പ്രണയസഖി ഭാഗം 30. നമ്മൾ എങ്ങോട്ടാ പോകുന്നതെന്ന് ഇനിയെങ്കിലും ഒന്ന് പറയതേ വേട്ടാ. കളപ്പുരക്കിലേക്ക്. അവൻ പറഞ്ഞതും അവൾ ഞെട്ടലോടെ അവനെ നോക്കി. കള്ളം പറയുക? ഞാനെന്തിന് കള്ളം പറയണം? സത്യമായിട്ടും നമ്മൾ അങ്ങോട്ട് പോവാണ്. അച്ഛൻ സമ്മതിച്ചോ അതിന്? അച്ഛൻ എന്നോടൊരു വിരോധവും ഇല്ല വർണ്ണ. ഞാൻ എൻ്റെ ഇഷ്ടത്തിനാണ് അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നത്. അതിൽ അച്ഛന് ദേഷ്യം ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ അങ്ങോട്ട് പോകുന്നതിലോ അവിടെ താമസിക്കുന്നതിലോ ഒന്നും ആർക്കും ഒരു എതിർപ്പുമില്ല. അവൻ പറഞ്ഞതും അവൾ അതിന് വെറുതെ തലയാട്ടി കൊടുത്തു. ഞാൻ തന്നെയാണ് ഇനി അങ്ങോട്ട് കയറില്ലെന്നും ആരുമായിട്ടൊരു ബന്ധമില്ല എന്നൊക്കെ പറഞ്ഞ് വെറുതെ വാശി കാണിച്ചത്. എൻ്റെ വീട്ടിലെ എല്ലാവരും പാവമാണ്. എല്ലാവരിൽ നിന്ന് ഞാനാണ് അകന്നു നിന്നത്. അത് എൻ്റെ മനസ്സിലെ കുറ്റബോധവും ദേഷ്യവും സങ്കടവും ഒക്കെ കാരണമാണ്. അവൻ പറയുന്നതെല്ലാം കേട്ടിരിക്കുകയാണ്. മനസ്സിലുള്ളതെല്ലാം അവൻ പറയട്ടെ എന്ന് കരുതി. അവൾ നല്ലൊരു കേൾവിക്കാരിയായി മാറി അന്നേരം. അല്ലെങ്കിലും നമ്മുടെ വിഷമങ്ങളൊക്കെ പങ്കുവെക്കാൻ ഒരാളുണ്ടെങ്കിൽ അത്രയും ഭാഗ്യവാനായിട്ടുള്ള ഒരാൾ വേറെ ആരും കാണില്ല. അവിടെ അവളുണ്ടാവില്ലേ? അവൻ പറഞ്ഞ് കുറച്ചു കഴിഞ്ഞതും വർണ്ണ അങ്ങനെയാണ് തിരികെ ചോദിച്ചത്. ആര്? ഇഷാനി. ഉണ്ടാവും. അവൾ എന്നെ എന്തെങ്കിലും പറഞ്ഞാലും ഞാൻ നല്ലത് തിരിച്ചു പറയും. അതിന് അവൾ നിന്നെ എന്ത് പറയാനാണ്? ആ, ഒന്നും പറയണ്ട. പറഞ്ഞാൽ ഉള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഓ ശരി തമ്പുരാട്ടി. പിന്നെ അവിടെ പോയാൽ മോള് കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. എന്നുവെച്ചാൽ നീ എൻ്റെ ഭാര്യയാണ്. അപ്പോൾ അവിടെ ചെന്ന് കഴിയുമ്പോഴേക്കും ഒരു ഭാര്യ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചിലപ്പോൾ നീ എനിക്ക് ചെയ്തു തരേണ്ടി വരും. അവൻ ഗൗരവത്തോടെ പറഞ്ഞതും അവൾ അവനെ ഞെട്ടലോടെ നോക്കി. അവളുടെ മനസ്സിലൂടെ മറ്റു പലതുമാണ് അന്നേരം കടന്നു പോയത്. കുറച്ചു നേരമായിട്ട് അവളുടെ അനക്കമൊന്നും കേൾക്കാതെ ആയതും അവൻ ചെരിഞ്ഞു നോക്കിയപ്പോൾ കാണുന്നത് കിളി പോയതുപോലെ ഇരിക്കുന്നവളെയാണ്. എന്താടി? എനിക്ക് കുറച്ചുകൂടി സമയം വേണം ദേവേട്ടാ. നമ്മൾ തമ്മിൽ ഒരു പരസ്പര ധാരണയില്ലാതെ എങ്ങനെയാണ് അങ്ങനെയൊക്കെ? അതൊന്നും ശരിയാവില്ല. പിച്ചും പേയും പറയും കണക്ക് ഓരോന്നൊക്കെ അവൾ പറയുന്നത് കേട്ടതും അവൻ പെട്ടെന്ന് വണ്ടി ബ്രേക്കിട്ട് നിർത്തി. അവൾ എന്താണ് പറഞ്ഞു വരുന്നതെന്ന് അവൻ എളുപ്പം മനസ്സിലായിരുന്നു. നീ എന്തൊക്കെയായി പറയുന്നത്? ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. അവൻ്റെ ശബ്ദത്തിൽ പെട്ടെന്ന് പതർച്ച നിറഞ്ഞു. അവളെ എന്ത് പറഞ്ഞാണ് മനസ്സിലാക്കേണ്ടതെന്ന് അവൻ അറിയില്ലായിരുന്നു. പിന്നെ അവൾ എന്താണെന്ന രീതിയിൽ അവനെ സംശയത്തോടെ നോക്കി. ഞാൻ ഉദ്ദേശിച്ചത് നമ്മൾ രണ്ടുപേരും ഒരു റൂമിൽ കിടക്കേണ്ടി വരും. പിന്നെ നീ ഡെയിലി അടുക്കളയിലൊക്കെ ഒന്ന് ഹെൽപ്പ് ചെയ്യേണ്ടി വരും. അതൊക്കെയാണ്. അവൻ പറയുന്നത് കേട്ടതും അവൾ പിന്നെ അവനെ നോക്കാൻ പോയില്ല. അവൾക്കാകെ ചമ്മൽ തോന്നിപ്പോയി. താൻ എന്താണ് ഉദ്ദേശിച്ചതെന്ന് അവന് മനസ്സിലായി എന്ന് തോന്നിയപ്പോൾ അവൾക്കാകെ ഒരു ചളിപ്പ് തോന്നി. പിന്നെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും മിണ്ടാൻ പോയില്ല. വണ്ടി നേരെ കളപ്പുരയ്ക്കിൽ വന്നു നിന്നു. അവൻ്റെ വണ്ടിയുടെ ശബ്ദം കേട്ടതും വീടിനുള്ളിൽ നിന്ന് ആദ്യം പുറത്തേക്ക് വന്നത് മോഹനാണ്. അയാളെ കണ്ടതും അവൻ അവിടെ തന്നെ നിന്നു. മോഹൻ അവനെ തന്നെ നോക്കി നിന്നു. അപ്പോഴേക്കും അവൻ്റെ അമ്മയും മുത്തശ്ശിയും ചെറിയമ്മയും ഇഷയും അങ്ങോട്ടെത്തി. എല്ലാവരും അവനെ തന്നെ നോക്കി നിൽക്കുകയാണ്. കയറുന്നില്ലേ? ചോദിച്ചത് മുത്തശ്ശിയാണ്. അവൻ കാറിലേക്കൊന്ന് നോക്കി. വർണ്ണ ഇപ്പോഴും അതിനുള്ളിൽ തന്നെ ഇരിക്കുകയാണ്. അവൻ അവളോട് കണ്ണുകൊണ്ട് പുറത്തേക്കിറങ്ങാൻ പറഞ്ഞു. അവളും പുറത്തേക്കിറങ്ങിയതും ഞൊടിയിടയിൽ എല്ലാവരുടെയും കണ്ണുകൾ അവളുടെ നേർക്കായി. നെറ്റിയിലുള്ള സിന്ദൂരം അല്ലാതെ അലങ്കാരം ഒന്നും തന്നെ അവളുടെ മുഖത്തുണ്ടായിരുന്നില്ല. എല്ലാവരും അവളെ തന്നെ നോക്കി നിന്നു പോയി. ശരിക്കും ഒരു പാവക്കുഞ്ഞിൻ്റെ മുഖം പോലെ ഇരിക്കുകയാണ് അവളുടെ മുഖം. മഹേഷേട്ടാ, ഞങ്ങളുടെ കുറച്ച് ലഗേജ് ഉണ്ട്. അതൊക്കെ ഒന്നിൻ്റെ മുറിയിലേക്ക് എടുത്തു വെക്കാമോ? മഹേഷ് അവിടുത്തെ കാര്യസ്ഥനാണ്. ശിവ അയാളോട് പറയുന്നത് കേട്ടതും എല്ലാവരുടെയും മുഖം വിടർന്നു. അയാൾ വന്ന് ഇരുവരുടെയും ലഗേജൊക്കെ എടുത്തു വെച്ചു. അത് കഴിഞ്ഞ് ഇരുവരും അകത്തേക്ക് കയറാൻ ഒരുങ്ങി. പക്ഷേ അകത്തേക്ക് കയറും മുന്നേ മോഹൻ്റെ ശബ്ദം അവിടെ ഉയർന്നു. നിൽക്ക്. വർണ്ണയും ശിവയും അയാളെ ഞെട്ടലോടെ നോക്കി. അവരുടേതുപോലെ തന്നെ ബാക്കി എല്ലാവരിലും ഞെട്ടൽ തന്നെയായിരുന്നു. എല്ലാവരുടെയും നോട്ടം മോഹനിലേക്ക് എത്തി നിന്നു. അയാൾ രേഖയെ ഒന്ന് നോക്കി. അവരെ നോക്കി എന്തോ കണ്ണു കാണിച്ചതും അവർ പുഞ്ചിരിയോടെ തന്നെ അകത്തേക്ക് നടന്നു. അല്പസമയത്തിന് ശേഷം കയ്യിൽ ഒരു നിലവിളക്കുമായിട്ട് അവരങ്ങോട്ടെത്തി. ആ സമയം എല്ലാവരുടെയും ചുണ്ടിലും പുഞ്ചിരി നിറഞ്ഞു. മോഹൻ്റെ മുഖത്ത് നിറഞ്ഞ ഗൗരവമാണെങ്കിൽ പോലും അയാളുടെ ഉള്ളിൽ സന്തോഷമാണെന്ന് എല്ലാവർക്കും മനസ്സിലായിരുന്നു. പക്ഷേ എല്ലാവരും സന്തോഷിക്കുന്നതിനിടയിലും ആ കൂട്ടത്തിൽ ഒരാളുടെ മുഖം മാത്രം ഇരുണ്ടിരുന്നു. മറ്റാരുമല്ല, ഇഷ. അവൾക്ക് എല്ലാവരും വർണ്ണയെ അംഗീകരിക്കുന്നത് അത്ര പിടിച്ചില്ല. കാരണം അവളുടെ ഉള്ളിൽ ഇപ്പോഴും ശിവയോടുള്ള ആരാധനയും ബ്രഹ്മവും കെട്ടടങ്ങിയിട്ടില്ല. അവളെ എല്ലാവരും ചേർത്ത് അകത്തേക്ക് കയറ്റും മുന്നേ ഇഷ അവിടുന്ന് മുഖം തിരിച്ചകത്തേക്ക് നടന്നിരുന്നു. അത് വേറെ ആര് കണ്ടില്ലെങ്കിലും ശിവ കണ്ടിരുന്നു. അത് കണ്ടതും ശിവയുടെ മുഖം പുച്ഛത്തോടെ ഒന്ന് കോടി. നിലവിളക്ക് കയ്യിലേക്ക് വാങ്ങാൻ അനുവാദത്തിനായി അവൾ ശിവയെ നോക്കി. അവൻ അവളെ നോക്കി പുഞ്ചിരിച്ച് കണ്ണടച്ച് കാണിച്ചു. അത് മതിയായിരുന്നു അവൾക്കും. അമ്മ കൊടുത്ത നിലവിളക്ക് അവൾ സന്തോഷത്തോടെ തന്നെ കയ്യിലേക്ക് വാങ്ങി. അമ്മ തന്നെ അവൾക്ക് പൂജാമുറിയിലേക്കുള്ള വഴിയും കാണിച്ചു കൊടുത്തു.
നിലവിളക്ക് അവിടെ കൊണ്ടുപോയി വെച്ച് അവൾ മനസ്സറിഞ്ഞൊന്ന് പ്രാർത്ഥിച്ചു. അവളുടെ പ്രാർത്ഥനയിൽ നിറഞ്ഞു നിന്നത് ശിവയുടെ എല്ലാ പ്രശ്നങ്ങളും തീരണമെന്നത് മാത്രമായിരുന്നു. പ്രാർത്ഥിച്ചു കഴിഞ്ഞ് അവൾ എല്ലാവരുടെയും അനുഗ്രഹം വാങ്ങി. മുത്തശ്ശിയും അമ്മയും ചെറിയമ്മയും എല്ലാം അവളെ ചേർത്ത് പിടിച്ചു. ശിവ ഒരു പുഞ്ചിരിയോടെ അതെല്ലാം നോക്കിക്കണ്ടു. ഈ സമയം അത്രയും മോഹനും അവിടെ നിൽക്കുന്നുണ്ട്. അയാളും അവളെ മനസ്സറിഞ്ഞു തന്നെ അനുഗ്രഹിച്ചു. ശിവയുടെ നോട്ടം അവളിൽ മാത്രമാണ്. അവളുടെ സന്തോഷം അവളുടെ കണ്ണുകളിൽ നിന്ന് തന്നെ വ്യക്തമായി. ഞാൻ പോയി അല്പം മധുരം ഉണ്ടാക്കാം. അത് പറഞ്ഞ് ചെറിയമ്മ അടുക്കളയിലേക്ക് നടന്നു. അവളോടായി പറഞ്ഞ് അമ്മയും അടുക്കളയിലേക്ക് പോയി. മോളിങ്ങോട്ട് വാ, ഞാൻ ചോദിക്കട്ടെ. അത് പറഞ്ഞ് മുത്തശ്ശി അവളുടെ കൈ പിടിച്ച് ലിവിംഗ് റൂമിൽ സോഫയിലേക്ക് ഇരുത്തി. അവൾ ആ നേരം ആ വീട് മുഴുവനായിട്ടൊന്ന് നോക്കി. പുതിയ രീതിയിലെ നാലുകെട്ടാണ്. കൈലാസത്തിലും രണ്ടിരട്ടി വലുപ്പമുണ്ട് ഈ വീടിന്. സുഖാണോ മോക്ക്? മുത്തശ്ശി ചോദിച്ചതും ചുറ്റും നോക്കുന്നതിൽ നിന്നും അവളുടെ ശ്രദ്ധ മുത്തശ്ശിയുടെ നേർക്കായി. സുഖാണ്. മുത്തശ്ശിക്കോ? പുഞ്ചിരിയോടെ അവളും മുത്തശ്ശിയോട് തിരികെ ചോദിച്ചു. എനിക്ക് സുഖാണ് കുട്ടി. അത് പറയുമ്പോൾ അവരുടെ കണ്ണുകൾ ശിവയിലേക്ക് നീണ്ടു. അവനും അവരെ തന്നെ നോക്കി നിൽക്കുന്നുണ്ട്. ഇവിടെ വാടാ. മുത്തശ്ശി അല്പം ദേഷ്യത്തോടെ തന്നെ അവനെ വിളിച്ചു. ഇത്രനാളും ദേഷ്യമായിരുന്നു, ഇനിയും അങ്ങനെ തന്നെ കഴിയാനാണോ ഉദ്ദേശം? മുത്തശ്ശി ഗൗരവത്തോട് ചോദിച്ചതും അവൻ അവരുടെ അടുത്തേക്ക് വന്ന് അവരുടെ കവിളിൽ ഒന്ന് ചുംബിച്ചു. എൻ്റെ മുത്തശ്ശിയോട് എനിക്കെന്തിനാ ദേഷ്യം? അവൻ അവരെ കൊഞ്ചിക്കും പോലെ പറഞ്ഞതും മുത്തശ്ശി അവൻ്റെ കൈകൾ തട്ടിമാറ്റി. വേണ്ട, നീ ഒന്നും പറയണ്ട. ആരോടോ ഉള്ള ദേഷ്യത്തിന് നീ ഞങ്ങളോട് പോലും അകന്നു നിന്നില്ലേ? എന്നോട് ഇങ്ങനെയൊക്കെ പറഞ്ഞോ? പക്ഷേ നിന്റെ അമ്മയോട് എന്താന്ന് വെച്ചാൽ പറഞ്ഞ് ആ പരിഭവം മാറ്റിക്കോ നീ. മുത്തശ്ശി പറഞ്ഞപ്പോൾ അവൻ്റെ മനസ്സിലും അതായിരുന്നു ചിന്ത. ഇത്ര നേരമായിട്ടും അമ്മ തന്നോടൊന്നും മിണ്ടിയിട്ടില്ല. അമ്മ മാത്രമല്ല, ചെറിയമ്മയും. ആ ഓർമ്മയിൽ അവനൊന്ന് നിശ്വസിച്ചു. ശേഷം രണ്ടും കൽപ്പിച്ച് അടുക്കളയിലേക്ക് നടന്നു. അവിടെ അമ്മയും ചെറിയമ്മയും നല്ല പണിയിലാണ്. ശിവ പതിയെ അകത്തേക്ക് കയറിയിട്ട് ഒന്ന് ചുമച്ചു. ഇരുവരും അവനെ ഒന്ന് തിരിഞ്ഞു നോക്കി. ശേഷം അത് കാര്യാക്കാതെ വീണ്ടും പണികളിലേക്ക് തിരിഞ്ഞു. തിരിഞ്ഞു നിൽക്കുന്ന അമ്മയെ അവൻ പിന്നിലൂടെ ചുറ്റിപ്പിടിച്ചു. ചൂട് പായസമാണ് ശിവ, അങ്ങോട്ട് മാറി നിൽക്ക്. അമ്മയുടെ ദേഷ്യത്തോടെയുള്ള ശബ്ദം കേട്ടതും മറ്റൊന്നും ആലോചിക്കാതെ ശിവ അമ്മയുടെ കവിളിൽ അമർത്തിയൊരു ഉമ്മ കൊടുത്തു. അവരവനെ മുഖം ചരിച്ച് ദേഷ്യത്തോടെ ഒന്ന് നോക്കി. എന്തിനാ ഇങ്ങോട്ട് വന്നത്? ഇവിടെ നിന്റെ ആരാ ഉള്ളത്? ദേഷ്യത്തോടെ തന്നെ ഒട്ടും മയമില്ലാതെ അമ്മ ചോദിച്ചു. ഇവിടെ എൻ്റെ അമ്മയില്ലേ? അച്ഛനുണ്ട്, മുത്തശ്ശിയുണ്ട്, ചെറിയമ്മ, ചെറിയച്ഛൻ, അങ്ങനെ എല്ലാവരും ഉണ്ട്. വിട്. എന്നിട്ടാണോ ഈ 2 വർഷം നിനക്ക് ഇങ്ങോട്ട് വരാനാവാതെ ഞങ്ങൾ ആരെയും കാണാതെയും സംസാരിക്കാതെയും കഴിയാൻ പറ്റിയത്? തൻ്റെ ദേഹത്തുള്ള അവൻ്റെ കൈ വിടുവിപ്പിച്ചുകൊണ്ട് രേഖ അവന് നേരെ തിരിഞ്ഞുകൊണ്ട് ദേഷ്യത്തോടെ തന്നെയാണത് ചോദിച്ചത്. പക്ഷേ ആ ശബ്ദത്തിലെ വേദന ശിവയ്ക്ക് മനസ്സിലായിരുന്നു. അത് ചോദിച്ചു കഴിഞ്ഞതും തിരിഞ്ഞു നിന്ന് കണ്ണുനീര് തുടയ്ക്കുന്ന അമ്മയെ അവൻ വേദനയോടെ നോക്കി. ഇവിടെയുള്ളവർക്കെല്ലാം താൻ കൊടുത്ത വേദന ഒരിക്കലും പൊറുക്കാനാവില്ലെന്നറിയാം. സോറി അമ്മേ. വേണ്ട, നീ പൊക്കോ. എങ്ങോട്ടാന്ന് വെച്ചാൽ പൊക്കോ. അല്ലെങ്കിലും എൻ്റെ മനസ്സിലെ വിഷമമൊന്നും ആർക്കും പറഞ്ഞാൽ മനസ്സിലാവില്ലല്ലോ. അതിനെ നീ ഒരച്ഛനാവണം, എന്നാലേ ഈ വേദന മനസ്സിലാവുള്ളൂ. കരഞ്ഞുകൊണ്ടാണ് ഇത് മുഴുവൻ അമ്മ പറയുന്നത്. ഇനി ഞാൻ എങ്ങോട്ടും പോകില്ലമ്മ, ഇവിടെ തന്നെ ഉണ്ടാകും. ഒരു തവണ എന്നോടൊന്ന് ക്ഷമിക്ക്. ശിവയുടെ കണ്ണുകളും അത് പറയുമ്പോൾ നിറഞ്ഞു വന്നു. അമ്മ അവനെ അരികിലേക്ക് ചേർത്ത് നിർത്തി. അതെ, അത്രയൊക്കെ ഉണ്ടാവുള്ളൂ അമ്മമാരുടെ പിണക്കം. നമ്മളൊന്ന് ചേർത്ത് പിടിച്ചാൽ മതി, അവരുടെ പിണക്കം അലിഞ്ഞില്ലാതായി പോകും. പക്ഷേ അപ്പോഴും തന്നോടൊന്നും മിണ്ടാതെ ഇതൊന്നും ശ്രദ്ധിക്കാതെ തിരിഞ്ഞു നിന്ന് ജോലി ചെയ്യുന്ന ചെറിയമ്മയെ അവൻ ഇടം കണ്ണിട്ടൊന്ന് നോക്കുന്നുണ്ടായിരുന്നു. ഇങ്ങോട്ട് നോക്കുന്നില്ല, പക്ഷേ പുറം കൈകൊണ്ട് ഇടയ്ക്ക് കണ്ണുനീര് തുടയ്ക്കുന്നത് അവൻ കാണുന്നുണ്ട്. അവർക്ക് മക്കളില്ലെങ്കിൽ പോലും ശിവയെ സ്വന്തം മകനെ പോലെയാണ് ഇരുവരും കണ്ടിരിക്കുന്നത്. ചെറിയമ്മേ. അവൻ അമ്മയെ വിട്ട് അവരുടെ തോളിലൂടെ കൈയിട്ടു. പക്ഷേ ആ കൈ തട്ടിയെറിഞ്ഞുകൊണ്ട് അവർ അടുത്ത ജോലിയിലേക്ക് തിരിഞ്ഞു. അത് കണ്ടതും അവൻ ദയനീയമായിട്ട് അമ്മയുടെ മുഖത്തേക്ക് നോക്കി. പക്ഷേ അവരവനോട് എന്താണെന്ന് വെച്ചാൽ ചെയ്തോ എന്ന രീതിയിൽ മുഖം തിരിച്ചു കളയുകയാണ് ചെയ്തത്. എൻ്റെ സീതാദേവി പരിഭവത്തിലാണെന്ന് തോന്നുന്നല്ലോ. അവൻ അവരോട് വീണ്ടും കളിയായി ചോദിച്ചു. പക്ഷേ സീത മറുപടിയൊന്നും കൊടുത്തില്ല. പിണങ്ങല്ലേ, പ്ലീസ്, ഇനി അങ്ങനെയൊന്നും ഉണ്ടാവില്ലെന്നേ അവൻ ചെറിയമ്മയോട് കെഞ്ചി. അവരവൻ്റെ നേരെ തിരിഞ്ഞ് അവനെ തൻ്റെ നെഞ്ചിലേക്ക് ചേർത്ത് നിർത്തി. എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്തത് മോനെ? ഞങ്ങളൊക്കെ നിനക്ക് അത്രയ്ക്കും അന്യരായിപ്പോയോ? ആ ചോദ്യത്തിൽ ശിവയുടെ കണ്ണുകളും ഈറനായി. പ്രശ്നങ്ങളെല്ലാം പറഞ്ഞു പരിഹരിച്ച് പരിഭവങ്ങളെല്ലാം സംസാരിച്ചു തീർത്തതിന് ശേഷമാണ് 3 പേരും ഒരുമിച്ച് അടുക്കളയിൽ നിന്ന് ഇറങ്ങി വന്നത്. പുഞ്ചിരിയോടെ നടന്നു വരുന്ന 3 പേരെയും കണ്ടപ്പോൾ തന്നെ വർണ്ണയ്ക്കും സന്തോഷമായിരുന്നു. 2 അമ്മമാരും ചേർന്നാണ് വർണ്ണയ്ക്ക് പായസം നൽകിയത്. പായസം മാത്രമല്ല, ലഡു, ജിലേബി, അങ്ങനെ മധുരപലഹാരങ്ങൾ വേറെ. എല്ലാം വർണ്ണയെ കൊണ്ട് മത്സരിച്ച് കഴിപ്പിക്കുകയാണ്. ശിവ അതെല്ലാം ഒരു പുഞ്ചിരിയോടെ നോക്കി കാണുന്നുണ്ട്.
രണ്ടുപേരും കൂടെ എൻ്റെ ഭാര്യയെ കൊല്ലുവോ? മതി, ഇതെന്തോരാണ്. ഇനി എനിക്കിതാ. മത്സരിച്ചെന്നതുപോലെ ചെറിയമ്മയും അമ്മയും ഒരുപാട് പലഹാരങ്ങൾ കൊടുത്തു കഴിഞ്ഞതും കുറേ കഴിച്ചു കഴിഞ്ഞ് വർണ്ണ ദയനീയമായിട്ട് ശിവയെ ഒന്ന് നോക്കി. അപ്പോൾ അവനിതെല്ലാവരോടുമായി പറഞ്ഞതാണ്. അത് പറഞ്ഞപ്പോഴാണ് ശിവയ്ക്ക് കൊടുത്തില്ല എന്ന കാര്യം അവർ ഓർക്കുന്നത്. ശിവയുടെ വായിലേക്കും മധുരപലഹാരങ്ങൾ വെച്ച് കൊടുത്തു. അച്ഛനും മുത്തശ്ശിയുമെല്ലാം ഈ കാഴ്ച സന്തോഷത്തോടെ നോക്കിക്കണ്ടു. എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുമ്പോഴും പകയിരിയുന്ന കണ്ണുകളോടെ മുകളിലെ നിലയിൽ നിന്ന് ഇഷ ഇവരെ എല്ലാവരെയും നോക്കി കാണുന്നുണ്ടായിരുന്നു. അവളുടെ ഉള്ളിൽ വർണ്ണയെ കൊല്ലാനുള്ള ദേഷ്യമാണ് വന്നത്. പക്ഷേ എല്ലാം മനസ്സിലൊതുക്കി വെച്ച് ആ ഒരു ദിവസത്തിന് വേണ്ടി അവൾ കാത്തിരിക്കുകയാണ്. കുറേ നേരത്തിന് ശേഷം ശിവയും വർണ്ണയും മുറിയിലേക്ക് നടക്കുകയാണ്. ലഗേജൊക്കെ നേരത്തെ അങ്ങോട്ട് കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. ഇവിടെയൊക്കെ ഇഷ്ടപ്പെട്ടോ നിനക്ക്? ആ, ഇഷ്ടപ്പെട്ടു, വർണ്ണ ആവേശത്തോടെ പറഞ്ഞു. ഇരുവരും അപ്പോഴേക്കും മുറിയിലെത്തി. നല്ല ഭംഗിയുള്ള മുറിയായിരുന്നു. നടുക്കായിട്ട് ഒരു കട്ടില്, ചെറിയൊരു ടേബിൾ ചെയർ, വാർഡ്രോബ്, ചെറിയൊരു ലൈബ്രറി, ബാത്റൂം, പിന്നെ ബാൽക്കണി ഡോറ്. ഇത്രയുമാണ് മുറിയിലുള്ളത്. അവൾ അതെല്ലാം ഒന്ന് നോക്കി. നല്ല അടുക്കും ചിട്ടയിലും വെച്ചിരിക്കുന്ന മുറിയാണ്. അന്നേരം അവനും ആ മുറിയാകെ ഒന്ന് കണ്ണോടിച്ചു. 2 വർഷം മുൻപുള്ളതിൽ നിന്ന് ഒരു വ്യത്യാസവും. എല്ലാം നീറ്റ് ആൻഡ് ക്ലീനായി സൂക്ഷിച്ചിട്ടുണ്ട്. അത് അമ്മയായിരിക്കും എന്നവന് നന്നായിട്ടറിയാം. ക്ഷീണമുണ്ടെങ്കിൽ നീ കുറച്ചു നേരം കിടന്നോ. അതെന്താ, നിങ്ങൾക്ക് ക്ഷീണമൊന്നുമില്ലേ? ദേ, ഈ നിങ്ങൾ വിളി നിർത്തിക്കോ. കേട്ടിട്ട് എനിക്ക് ഇറിറ്റേഷനാണ് തോന്നുന്നത്. അവൻ ഗൗരവത്തിൽ പറഞ്ഞതും അവൾ മുഖം കോട്ടി കാണിച്ചു. അവളുടെ അടുത്തായിട്ട് അവനും കട്ടിലിൽ വന്നിരുന്നു. ഇപ്പോൾ നമ്മൾ എന്തിനാ ഇങ്ങോട്ട് വന്നതെന്ന് നിനക്കറിയോ? കറക്റ്റായിട്ട് അറിയില്ല, എങ്കിലും നിങ്ങൾ വെറുതെ ഇങ്ങോട്ട് വരില്ലെന്നറിയാം. ആ, എന്തായാലും ഇപ്പോൾ അത്രയും മനസ്സിലാക്കിയാൽ മതി നീ. അവൻ അങ്ങനെ പറഞ്ഞതും അവൾ അവനെ ഒന്ന് പുച്ഛിച്ച് കാണിച്ചു. ശിവയെ അത് കണ്ടുവെങ്കിലും ഒന്നും മിണ്ടാതെ കട്ടിലിലേക്ക് മലർക്കെ കിടന്നു. തുടരും. അപ്പോൾ വീഡിയോ കണ്ടവരെല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും അത് കമൻറ്റായിട്ട് അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത പാർട്ടായിട്ട് നാളെ വരാം. ബൈ.